ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ഓഗസ്റ്റ് 8 കർണാടകയിൽ വരമഹാലക്ഷ്മി ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തേക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വരമഹാലക്ഷ്മി ഫെസ്റ്റിവൽ എന്ന് പറയണത് വിവാഹിതരായ സ്ത്രീകൾ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിവസം കേട്ടോ. അപ്പോൾ അന്നേ ദിവസം ഇതുപോലെ വീടുകളൊക്കെ അലങ്കരിച്ച് ദേവിയെ അടിപൊളിയായിട്ട് ഒരുക്കി പൂജാമുറിയിൽ ഇരുത്തിയിട്ട് പൂജ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ രാധയുടെ വീട്ടിലെ അലങ്കാരങ്ങളാണ്. അപ്പോൾ രാധ ഒരാഴ്ച മുമ്പേ തന്നെ വീട് ക്ലീനിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ബിസി ഷെഡ്യൂളാണ് അവർക്ക്. അപ്പോൾ അതാ ദേവീനെ രാധ അണിയിച്ചൊരുക്കിയേക്കണം. നോക്ക്, പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞങ്ങളും ഒരുങ്ങി കേട്ടോ. ഇതുപോലെ ഞങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും ഇവിടെയുള്ള ലേഡീസ് അവരുടെ വീട്ടിൽ കുങ്കുമത്തിന് വേണ്ടിയിട്ട്. അതായത് കുങ്കുമത്തിന് ക്ഷണിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ അന്നേ ദിവസം 6 മണി കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാം. അപ്പോൾ ഞങ്ങളൊരു 6:30 ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി, പട്ടുസാരിയൊക്കെ കൊടുത്ത് ദേവീനെ പോലെ തന്നെ ഞങ്ങളുമൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഇവരുടെ അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു ഉണർവാട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ അലങ്കരിക്കുകയൊന്നുമില്ലല്ലോ. ഇതാ ഇവർ രാധയും മോള് അക്ഷര അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരീമണികളായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ കുങ്കുമവും മഞ്ഞളും ഒക്കെ തന്നു. അതൊക്കെ നമ്മൾ നെറ്റിയിൽ ചാർത്തണം. എന്നിട്ട് അക്ഷത, അതായത് അരി തരും. അരി നമുക്ക് ദേവിയിൽ ഇങ്ങനെ തൂകണം, ദേവീ വിഗ്രഹത്തിൽ. അത് കഴിഞ്ഞ് ഇതുപോലെ നമ്മളെ ഇരുത്തിയിട്ട് അവർ ചെറിയ ഗിഫ്റ്റൊക്കെ തരുവേ. അപ്പോൾ അത് നമ്മൾ ഈ വീട് കഴിയുമ്പോൾ അടുത്ത വീട്, അങ്ങനെ കുറേ വീടുകൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് എല്ലാ വീട് വഴിയും കയറും. ഇവരും ഒക്കെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ വീട് വഴിയും പോവും. ഇതാ നമ്മുടെ ധന്യ കുങ്കുമം ചാർത്തുക. ശ്വേതയാണ് ആയിരിക്കണേ. ശ്വേത എൻ്റെ മുകളിലെ വീട്ടിൽ താമസിക്കുന്നതാണ്, എൻ്റെ ഫ്രണ്ടാണ്. വിദ്യ അതെ ഈ കമ്മ്യൂണിറ്റി തന്നെയുള്ളതാണ്. ഇവരൊക്കെ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് ഇവിടെയുള്ളവരൊക്കെ. എല്ലാ ഫെസ്റ്റിവലും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഫാമിലി ആയിട്ട് ആഘോഷിക്കും. ഇത് അക്ഷര ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരും കേട്ടോ. ശ്വേതയുടെ അമ്മയാണ് അടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വീട്, അങ്ങനെ ഓരോ വീട്ടിലും ഇങ്ങനെ അലങ്കാരങ്ങളുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യണതായതുകൊണ്ട് തന്നെ അവർ മാക്സിമം അതിൽ ഇൻവോൾവ് ആയിരിക്കും കേട്ടോ. ഇത് അഭിനേത്രയുടെ വീടാണ്. ഇത് അഭിനേത്രയുടെ മോള് പരിണിക, പിന്നെ ചെറിയ മോളുണ്ട്. ഇവരൊക്കെ എല്ലാ വർഷവും നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ഇതാ ശ്വേത ചെങ്കപ്പയുടെ വീട്. ആക്ച്വലി അവർ കൂർഗീസ് ആയതുകൊണ്ട് അവർക്ക് ഈ ഫെസ്റ്റിവൽ ഇല്ല. പക്ഷേ മോൻ ജിയാൻ ഇതൊക്കെ കാണണമല്ലോ, പഠിക്കണമല്ലോ, കൾച്ചറൽ ട്രഡീഷനൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് നടത്തി പൂജ. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ജിയാൻ അവരിവിടെ വന്നതിന് ശേഷം ജനിച്ച കുട്ടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ എനിക്ക് പരിചയം അവനെ. അപ്പോൾ അവൻ എന്താണ് പറയുക, ജയശ്രീ ആൻറ്റി എൻ്റെ ഫ്രണ്ടാന്നൊക്കെ അവനെപ്പം പറയണേക്കാം. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം കളിക്കുകയൊക്കെ ചെയ്യേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൻ തന്നെ തന്നോന്നും പറഞ്ഞ് വാശി പിടിച്ച് എന്നിട്ട് അവനെനിക്ക് തന്നു കേട്ടോ. ശ്വേത കന്നഡ മൂവിയിലൊക്കെ ആക്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി മൂവി സീരിയലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വേതയുടെ ഹസ്ബൻഡ് കിരൺ, പുള്ളി സ്ഥലത്തില്ലായിരുന്നു. അമ്മയും അച്ഛനും ഉണ്ട് അപ്പുറത്ത് തന്നെ. അച്ഛനാ വീഡിയോ എടുത്തതൊക്കെ. ഇതാ സുമയും കനസുവിൻ്റെ അച്ഛൻ കൃഷ്ണ സാറ് അവിടെ വന്ന കുട്ടികളെയൊക്കെ ആയിട്ട് കളിയാട്ടോ. പെൺകുട്ടികളൊക്കെ ഇന്നേ ദിവസം ഭയങ്കരമായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങും, ലക്ഷ്മി ദേവിമാരെ പോലെ ഒരുങ്ങും. അപ്പോൾ അതാ ഒരു മിടുക്കിയതാ ഫുൾ സാരിയൊക്കെ കൊടുത്താണ് ഒരുങ്ങിയേക്കണത് കേട്ടാ. നല്ല ഭംഗിയാണ് പെൺകുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങണ കാണാനായിട്ട്. അന്നേ ദിവസം സ്കൂളൊക്കെ അവധിയാട്ടോ. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡാണ് എല്ലാവർക്കും. അപ്പോൾ ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ഫുൾ സപ്പോർട്ട് കൊടുക്കും ലേഡീസിന് ഇതൊക്കെ ഒരുക്കാനൊക്കെ ആയിട്ടേ, വിഗ്രഹങ്ങളൊക്കെ ഒരുക്കാനും വീടൊക്കെ അലങ്കരിക്കാനും. ഇത് നമ്മുടെ പങ്കജയുടെ വീടാണ്. പങ്കജയുടെ അമ്മ, സിസ്റ്ററില്ലോ. ഇതാ പങ്കജ, വിഭ, ശ്രുതി, രേണു, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ. പങ്കജയുടെ അമ്മ മദറില്ലോ ആണ് ബ്ലൂ സാരി ധന്യയുടെ അടുത്ത് നിൽക്കുന്നത്. എല്ലാവരും തന്നെ നമുക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പാട്ടോ ഇവിടെയുള്ളത്. ഞങ്ങൾ 10 വർഷമായി ഇത് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് അന്നും അതിലുള്ള പരിചയം കേട്ടോ ഇവരൊക്കെ ആയിട്ട്. അതാ ശാലിനിയുടെ വീട്, ബിന്ദു ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ, എല്ലാവരും കൂടി അടിച്ച് വിളിക്കുക. രാജലക്ഷ്മി ആൻറ്റീനെയും കണ്ടു അവിടെ വെച്ച്. പുള്ളിക്കാരി എൻ്റെ സബ്സ്ക്രൈബറാണ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരും കേട്ടോ.
ശാലിനിയുടെ വീട് അവിടുത്തെ ഡെക്കറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറായിരുന്നു. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഓരോ ചെടികളൊക്കെ തന്നു കേട്ടോ. ദേവീനെ അണിയിച്ചൊരുക്കിയേക്കണണ്ട. അപ്പോൾ ഇത് ശ്രാവണ മാസത്തിലാണ് ഈ പൂജ നടത്തണത്. അപ്പോൾ അന്നേരം എല്ലാ വീട്ടിലും ഇതുപോലെ അലങ്കാരങ്ങളായിരിക്കും. ഇത് പ്രിഷ, ശ്രുതിയുടെ മോള്. അപ്പോൾ പെൺകുട്ടികളും ഇതൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യിക്കണത്. അപ്പോൾ ജനറേഷൻസ് ഈ കൾച്ചറും ട്രഡീഷനും ഒക്കെ കൈമാറി പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.